ലോകം നടുങ്ങിയ സുനാമി ദുരന്തത്തിൽ നിന്ന് 19 വയസ്സ് 2004 ഡിസംബർ 26-നായിരുന്നു കേരള തീരങ്ങളെ അടക്കം തുടച്ചുമാറ്റിയ ഭീമൻ തിരമാലകൾ ആഞ്ഞടിച്ചത്. ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങി 15 രാജ്യങ്ങളിൽ നിന്നായി 2.5 ലക്ഷം ആളുകളെയാണ് സുനാമി മരണത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയത്. 2004 ഡിസംബർ 26-ന് പ്രാദേശിക സമയം 7:59-നാണ് മരണത്തിരമാലകൾക്ക് രൂപം കൊടുത്ത ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 9.1 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ 7 മണിക്കൂറിനുള്ളിൽ കിഴക്കൻ ആഫ്രിക്ക വരെ എത്തിയ സുനാമി തിരകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെമ്പാടും നാശം വിതച്ചു. കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ്. ഇന്ത്യയിൽ കേരളം, തമിഴ്നാട്, ആന്ധ്ര, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ തീരങ്ങളിലാണ് സുനാമി തിരകൾ ആഞ്ഞടിച്ചത്. ഇവിടങ്ങളിലായി 16,000 ജീവനുകളാണ് പൊലിഞ്ഞത്. സുനാമി തിരകൾ തച്ചുതകർത്ത തീരങ്ങളെ വീണ്ടെടുക്കാൻ വർഷങ്ങൾ നീണ്ട പ്രയത്നങ്ങൾ വേണ്ടിവന്നു. ലോകം ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ നിൽക്കവെയാണ് വടക്കൻ സുമാത്രയിൽ കടലിനടിയിലുണ്ടായ ഭൂകമ്പം ചരിത്രത്തെ മാറ്റിമറിച്ചത്. കേരളത്തിൽ 236 പേർക്ക് ജീവൻ നഷ്ടമായി. ഏറ്റവും വലിയ നാശനഷ്ടമുണ്ടായത് ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ്. ആലപ്പാട് മുതൽ അഴീക്കൽ വരെ 8 കിലോമീറ്റർ ദൂരം തീരം കടലെടുത്തു. കേരളത്തിൽ മാത്രം 3000 വീടുകൾ തകർന്നു. തമിഴ്നാട്ടിൽ 7000 മരണവും സംഭവിച്ചു. സുനാമിയുടെ തീവ്രത ഏറ്റവും അധികം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്തോനേഷ്യയിലായിരുന്നു. 1,67,000 പേർ മരിച്ചെന്നും 5 ലക്ഷത്തിലധികം വീടുകൾ തകർന്നുവെന്നുമാണ് കണക്കുകൾ. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. പവനേറുന്ന തങ്കമാണു നീ, ഒളിമായാത്ത തിങ്കളാണു നീ, രഞ്ജിം കഞ്ചം നിലാ എന്നും സ്വന്തം രാജകുമാരി. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. രാജകുമാരി.